നസീറുമായിട്ടുള്ള എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? അതൊരിക്കലും നമുക്ക് മറക്കാൻ അങ്ങനെ ആവുന്നതല്ല. അത് ഒരു ആ സിനിമ പലരും ധരിച്ചത് പ്രേംനസീറിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത സിനിമയാണെന്ന്. അത് സിനിമ കാണാത്തവരാണ്. അത് പ്രേംനസീറിനെ ഇത്രയേറെ വിമർശിക്കുന്ന എന്ന് വെച്ചാൽ കളിയാക്കുന്നൊരു സിനിമ വേറെ ഉണ്ടായിട്ടില്ല. ഒരാളെക്കുറിച്ച് അങ്ങനെ ചെയ്തും കൂടെ പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ സ്ക്രിപ്റ്റിൽ അന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പിന്നെ അതിൽ കളിയാക്കപ്പെടുന്ന വശങ്ങൾ പ്രേംനസീറിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. ഷോട്ടുകളുടെ ഈ മാറ്റിമറിക്കലിൻ്റെ ഇടയിൽ അദ്ദേഹം അത് അറിഞ്ഞിട്ടേ ഇല്ല. ഞങ്ങളോട് വളരെ സൗഹൃദത്തിലാണ് ഷൂട്ട് ചെയ്തു പോയത്. അത് കഴിഞ്ഞ് ഡബ് ചെയ്യുക എന്ന് പറഞ്ഞത് ഇക്കാലത്തെ മാതിരിയല്ല. അന്ന് ഫുൾ പിക്ചർ ഇങ്ങനെ ഇട്ട് ലൂപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കും. ലൂപ്പിലാണ് ഇത് കാണുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ മറച്ചു വെച്ചോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണും. അവിടെയാണ് ഞാൻ ശരിക്കും ഭയന്നു പോയത്. ഇവിടെ വന്നത് കണ്ടിട്ട് നീ എനിക്കിട്ട് പണി തരാനാണ് ഈ സിനിമ എടുത്തത്, ഞാൻ ഡബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോജക്റ്റ് വെള്ളത്തിലാവും. അപ്പോൾ ഞാൻ വല്ലാത്ത തരം ആശങ്കയോടെ ഇരുന്നു. അദ്ദേഹം വന്നു കണ്ട് ചിരിച്ചു. ഇതൊക്കെയാണല്ലേ, ഇത് തന്നെയാണ്. പൂർണ്ണമായിട്ടൊരു ആർട്ടിസ്റ്റാണ്. അതേപോലെ തന്നെ ഈ കഥ പറയുമ്പോൾ പോലും അദ്ദേഹത്തെക്കുറിച്ചൊരു സിനിമ ചെയ്യുവാണ്. ഞാനിത് അദ്ദേഹം ഒരിക്കലും ഇത് സ്വീകരിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് കഥ പറയാൻ ചെല്ലുന്നത്. കാരണം അന്നത്തെ ഇവിടുത്തെ വലിയ മുന്തിയ പ്രൊഡ്യൂസറായിട്ടുള്ള അപ്സര ഫിലിംസിലെ ഹെൻറി ഫെർണാണ്ടസ്, പിന്നെ അദ്ദേഹം പ്രൊഡ്യൂസർ, അതിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് PA ലത്തീഫ്. അപ്പോൾ ലത്തീഫാണ് നസീർ സാറിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട്, ലെന്നൊരു സിനിമ ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു കഥ ഞാൻ പറഞ്ഞു. കാരണം എനിക്കന്ന് 100% ഉറപ്പാണ് ഈ കഥ അദ്ദേഹം സ്വീകരിക്കില്ല. ഞാൻ അദ്ദേഹത്തിനോട് കഥ പറയുമ്പോൾ അദ്ദേഹം കഥ പറഞ്ഞ് പൂർത്തിയായിട്ടില്ല. അദ്ദേഹം പറഞ്ഞു നമുക്കത് ഒരു ജൂലൈ 9 നമുക്ക് അത് ഷൂട്ടങ്ങ് തുടങ്ങിയാലോ. കാരണം അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുമ്പോൾ ഇവിടെ ചിറയൻകീഴ് സിനിമയുടെ മൊത്തം ആളുകളും പങ്കെടുത്തുകൊണ്ടുള്ളൊരു സ്വീകരണം നടക്കുന്നുണ്ട്. അവിടെ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടും എന്ന് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്വന്തം പേരിലുള്ള സിനിമ അത് പിന്നെ അതെന്താണെന്നൊന്ന് കൃത്യമായി അന്വേഷിക്കാതെ അത് അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന, ഒരു നടനും അങ്ങനെ ഒരു 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 മനോഭാവം. കാരണം നിങ്ങൾ നിങ്ങളുടെ സിനിമ ചെയ്യുന്നു, അത് വിജയിച്ചാൽ എന്ത്, അത് എല്ലാം തനിക്ക് തന്നെയാണ് എൻ്റെ ക്രെഡിറ്റ്.